ആറ്റം ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മിജിനി ഡൊമിനിക്. നമ്മൾ പുറത്ത് പോയി വാട്ടർ കളറൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതേപോലെയുള്ള വാട്ടർ കളർ ട്യൂബ്സ് യൂസ് ചെയ്തിട്ട് പാലറ്റും വെള്ളവും ബ്രഷും ഒക്കെ സെപ്പറേറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പലപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പ്രോപ്പറായിട്ട് നമുക്ക് വെക്കാനുള്ള ഒരു സൗകര്യം നമ്മൾ പുറത്തിരുന്ന് സ്കെച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവണമെന്നില്ല. നമ്മുടെ സ്റ്റുഡിയോയിൽ ഇരുന്ന് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല പുറത്ത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ വരയ്ക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് വീണ്ടും കളേഴ്സ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് നമ്മൾ പുറത്ത് പോയി വാട്ടർ കളർ സ്കെച്ചിങ് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ഒരു സംഭവമാണ് നമ്മൾ ഇതേപോലെയുള്ള വാട്ടർ കളർ കേക്ക്സിൻ്റെ ഒരു ബോക്സ് വാങ്ങുക എന്നുള്ളത്. ഇങ്ങനെയുള്ള വാട്ടർ കളർ കേക്ക്സിൻ്റെ ബോക്സ് ഇത് നമുക്ക് മാർക്കറ്റിൽ കിട്ടും. അപ്പോൾ ഇത് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പുറത്ത് പോയിട്ട് പിന്നെ കളേഴ്സൊന്നും നമ്മൾ സെപ്പറേറ്റ് ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കൊണ്ടുപോവുക, നമുക്ക് കളർ ചെയ്യാം. അപ്പോൾ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളം നിറച്ചിട്ടുള്ള ബ്രഷ് വരും. ഇതിങ്ങനെ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിലൊരു ബോട്ടിൽ പോലെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം നിറയ്ക്കാം. ഇതിൻ്റെ ഉള്ളിൽ സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതിൽ വെള്ളം നിറച്ച് നമ്മളിത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യം വരുമ്പോൾ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം വരും. അപ്പോൾ നിങ്ങൾക്ക് കളർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ക്ലീൻ ചെയ്യണമെങ്കിൽ ഇതേപോലെ ക്ലോത്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. പിന്നെ ഇത് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ബ്രഷ് നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ ഒരു പാലറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോൾ ഈസി ആയിട്ട് വാട്ടർ കളർ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പാലറ്റ് പലർക്കും ഈ പാലറ്റ് വാങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റാണ്. നമ്മൾ ഇതൊരു കുഞ്ഞു പാലറ്റാണെങ്കിൽ ഇത് നമ്മൾ വാങ്ങാൻ ചെല്ലുമ്പോൾ കുറച്ച് പൈസ കൂടുതലാണ്. ഒരു സാധാരണ ഡ്രോയിങ്ങോ അല്ലെങ്കിൽ വാട്ടർ കളറോ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. പക്ഷേ ഈ ഒരു സംഭവം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് തന്നെ വളരെ ഭംഗിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്കത് യൂസ് ചെയ്യാനും എളുപ്പമാണ്. അതെങ്ങനെയാണെന്നാണ് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കാണിച്ചു തരുന്നത്. ഇവിടെ അതേപോലെ ഞാൻ ഉണ്ടാക്കിയ ഒരു പാലറ്റാണ്. താഴെയൊന്നും വീഴില്ല. കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എത്ര കളേഴ്സ്, ഇച്ചിരി കൂടി വലിയ ബോക്സ് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കളേഴ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പക്ഷേ നമ്മൾ ഔട്ട്ഡോർ സ്കെച്ചിങ് ചെയ്യുമ്പോൾ മിനിമം കളേഴ്സിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ ഇവിടെ ഞാൻ 8 കളേഴ്സിൻ്റെ ഒരു ബോക്സാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ കയ്യിലുള്ള ഈ ഒരു ബോക്സിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് അതിൽ കൊള്ളുന്ന ഒരു 8 കളേഴ്സിൻ്റെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി വലിയ ബോക്സ് ഉണ്ടാക്കണമെങ്കിൽ അതുണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ കളർ ബോക്സ് ഉണ്ടാക്കിയിരിക്കണതെന്നും ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇതും ഒരു ബ്രഷും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഔട്ട്ഡോർ വാട്ടർ കളർ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. നമുക്ക് പുറത്ത് പോകുമ്പോഴും ട്രാവലിംഗ് ചെയ്യുമ്പോഴും നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ കൊണ്ടുപോകണമെങ്കിലൊക്കെ ഈ ഫുള്ള് സെറ്റ് ക്യാരി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതേപോലെയുള്ള ഇത് ക്യാരി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് ഇത് മാത്രം കൊണ്ടുപോയാൽ മതിയാവും. ഒരു 1-2 ബ്രഷ് കൈ പിടിച്ചാൽ തന്നെ നിങ്ങൾക്ക് പുറത്തിരുന്നിട്ടൊക്കെ ഈസി ആയിട്ട് വാട്ടർ കളർ സ്കെച്ചിങ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഈ ഒരു കളർ പാലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇങ്ങനെ വാങ്ങുന്ന പോലെയുള്ള ഒരു പാലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വാട്ടർ കളറിൻ്റെ പാലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ തന്നെയാണ് വേണ്ടത്. നമ്മൾ പലപ്പോഴും കളയുന്ന ചില സാധനങ്ങൾ, അതിൽ ബോട്ടിൽ ക്യാപ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കുറച്ച് ബോട്ടിൽ ക്യാപ്സ്, നമ്മൾ മിനറൽ വാട്ടറിൻ്റെയൊക്കെ ക്യാപ്സ് ഇതേപോലെ വരുന്നത് ഒരേ സൈസിലുള്ള കുറച്ച് ക്യാപ്സ് കളക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ബോക്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇതാണ് എടുക്കുന്നത്. ഇതിൽ ആ ബോട്ടിൽ ക്യാപ്സ് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കൊള്ളുന്ന തരത്തിലുള്ള ബോക്സ് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ എനിക്ക് വെച്ച് നോക്കിയപ്പോൾ ഏകദേശം ഒരു 8 ക്യാപ്പ് കറക്റ്റായിട്ട് അതിൽ ഫിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് അവിടെ കളേഴ്സ് വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ക്യാപ്സ് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്യുക്ക് ഫിക്സ് വെച്ചിട്ട് ക്യാപ്സ് ഒട്ടിക്കാം. ക്യുക്ക് ഫിക്സ് ആകുമ്പോൾ കുറച്ച് സമയം നമ്മളതിങ്ങനെ ഉണങ്ങാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ ഞാൻ ഇവിടെ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് അത് ഫിക്സ് ചെയ്യുന്നത്. ഗ്ലൂ ഗൺ ഉണ്ടായാലും ഫിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, കറക്റ്റായിട്ട് അതിരിക്കും. ഫിക്സ് ആകുമ്പോൾ കുറച്ചും കൂടി ഉറപ്പാണ്. പക്ഷെ ഇത്തിരി സമയം എടുക്കുന്നു മാത്രമേ ഉള്ളൂ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്.
ഇങ്ങനെ എല്ലാ ക്യാപ്സും തന്നെ അതിൽ അറേഞ്ച് ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ അതിലേക്ക് കളേഴ്സിൻ്റെ ട്യൂബിൽ നിന്ന് കളേഴ്സ് ഫില്ല് ചെയ്യാൻ തുടങ്ങാം. ഇവിടെ ഞാൻ 8 കളേഴ്സാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളേഴ്സൊക്കെയാണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുന്ന കളേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് ഇതിൽ ഫില്ല് ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ ഗോഷ് കളേഴ്സാണ് ഫില്ല് ചെയ്യുന്നത്. വാട്ടർ കളേഴ്സിൻ്റെ ഓൾറെഡി എനിക്കൊരു ട്രാവൽ കിറ്റ് ഉള്ളതുകൊണ്ട് ഗോഷിന് വേണ്ടിയിട്ട് ഞാനൊരു ട്രാവൽ കിറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് വാട്ടർ കളറും ഇതേപോലെ തന്നെ ഫില്ല് ചെയ്യാം. എനിക്കത് ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഗോഷിൻ്റെ ഉണ്ടാക്കുന്നത്. ഇത് എല്ലാം വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള കളേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. കുറച്ച് നേരം അതൊന്ന് സെറ്റ് ആവാൻ വെക്കണം. നിങ്ങൾ കളേഴ്സ് ഫില്ല് ചെയ്തതിന് ശേഷം ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഈവനായിട്ട് സ്പ്രെഡായിട്ട് കുറച്ച് നേരം അങ്ങനെ വെച്ചാൽ അത് ഇച്ചിരി സ്ട്രോങ് ആവും. പിന്നെ നിങ്ങൾക്ക് വെള്ളം ആവശ്യം വരുന്ന സമയത്ത് നിങ്ങൾ വരയ്ക്കുന്ന സമയത്തും കളർ കൊടുക്കുന്ന സമയത്തും വെള്ളം യൂസ് ചെയ്തിട്ട് അതിനെ ഡൈല്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാമോ. പിന്നെ ഇതൊരു പാലറ്റ്, നമുക്ക് പെട്ടെന്ന് പാലറ്റ് വേണമെങ്കിൽ നിങ്ങളുടെ ബോക്സിൻ്റെ ടോപ്പ് പോർഷൻ നിങ്ങൾക്ക് കവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടോപ്പ് പോർഷൻ ചെറിയ രീതിയിൽ നമുക്ക് പാലറ്റായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും ചെയ്യണം. ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.